ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ രണ്ട് മാങ്ങ ഇനങ്ങളാണ്, കാട്ടിമൂൺ ആൻഡ് ബെങ്കനപ്പള്ളി. ഈ രണ്ടും പ്രീമിയം വെറൈറ്റീസ് തന്നെയാണ്. പക്ഷേ ഇവയിൽ ഏതാണ് നിങ്ങളുടെ വീട്ടിലോ ഫാമിലോ നട്ടാൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇതിലാദ്യം കാട്ടിമൂണ് നോക്കാം. സത്യത്തിൽ ഈ മാങ്ങ ആദ്യമായി കാണുന്നവർക്ക് തന്നെ നല്ലൊരു ഫീലിംഗ് കിട്ടും. കാരണം നല്ല വലുപ്പം, ഷേപ്പ്, നിറം, പിന്നെ മരം നിറയെ കായകൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി നിൽക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വെറൈറ്റി വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഇത് വർഷത്തിൽ ഒന്നിലധികം തവണ കായ്ക്കുമോ? പല കർഷകരുടെയും അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റ്, ശരിയായ ന്യൂട്രീഷൻ, പ്രൂണിങ് ഒക്കെ കിട്ടിയാൽ ചില സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒന്നിലധികം തവണ ഫ്ലവറിങ് കാണാറുണ്ട്. പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഉറപ്പായി സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാലാവസ്ഥ, മരത്തിൻ്റെ പ്രായം, കൊടുക്കുന്ന പരിചരണം ഇതൊക്കെ അതിനെ സ്വാധീനിക്കും. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നല്ല മധുരം, അതുപോലെ ഫൈബർ വളരെ കുറവ്, നല്ല ജ്യൂസി ഫ്ലഷ്, മുറിച്ച് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു മാങ്ങയാണ്. വീട്ടിൽ വെച്ച് കഴിക്കാനും അതേപോലെ തന്നെ മാർക്കറ്റിൽ വിൽക്കാനും ഒക്കെ നല്ല ഡിമാൻഡ് കിട്ടുന്നൊരു വെറൈറ്റിയും കൂടിയാണ് കാട്ടിമൂൺ. കാട്ടിമൂണിൻ്റെ മറ്റൊരു പ്രത്യേകത ചെറുപ്പത്തിലെ കായ്ക്കാൻ തുടങ്ങുന്ന മരമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഈ വെറൈറ്റിയോട് കൂടുതൽ താല്പര്യവുമുണ്ട്. ഒരു കാര്യം എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ മാങ്ങയുടെ അപ്പിയറൻസ് തന്നെയാണ്. പഴുത്തു നിൽക്കുമ്പോൾ കാണാൻ വളരെ അട്രാക്റ്റീവാണ്. അതുകൊണ്ട് വീട്ടുവളപ്പിലും ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആവും. അതുകൊണ്ട് തന്നെ വീട്ടിലും ഹോം ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റുകളിലൊന്നാണ് കാട്ടിമൂൺ. നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടിലൊരു മാങ്ങാത്തോട്ടത്തിലാണ്. പക്ഷെ ഇതിൽ കംപ്ലീറ്റ്ലി ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തോട്ടം മാത്രമേ ഉള്ളൂ. ഇതിൽ ഫലങ്ങളൊക്കെ ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ സിന്ദൂരുണ്ട്, മല്ലിക ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രൂൺ ചെയ്തിട്ട് പ്രത്യേക രീതിയിലാണ് ഇവർ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഓരോ തൈകളും കണ്ടില്ല, അധികം ഉയരം വെപ്പിച്ചാതെ കംപ്ലീറ്റ്ലി പ്രൂൺ ചെയ്തിട്ട് മാക്സിമം ഫ്രൂട്ടിങ് അതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ കൃഷി രീതി. വർഷങ്ങൾ പഴക്കമുള്ള മരം, പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇതിന് ഫ്രൂട്ടിങ് ഉണ്ടാകുന്നത്. ഇനി ബെങ്കനപ്പള്ളി നോക്കാം. ബെങ്കനപ്പള്ളി മാംഗോ ഇതൊരു പുതിയ വെറൈറ്റി അല്ല. വർഷങ്ങളായി ഇന്ത്യയിൽ പ്രീമിയം മാംഗോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസിക് മാങ്ങയാണ്. നല്ല ഗോൾഡൻ യെല്ലോ നിറം, നീളം കൂടിയ ഷേപ്പ്, കാണാൻ തന്നെ നല്ല ഭംഗി. ഇന്നും മാർക്കറ്റിൽ ഇതിന് പ്രത്യേക വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പോപ്പുലാരിറ്റി ഇത്രയും വർഷമായിട്ടും കുറഞ്ഞിട്ടില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ബെങ്കനപ്പള്ളി ഒട്ടും പിന്നിലല്ല. നല്ല ആരോമ, സ്മൂത്ത് ഫ്ലഷ്, ബാലൻസ്ഡ് സ്വീറ്റ്നെസ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ടും ഇതിന് ആരാധകരെ ഒരിക്കലും കുറയുന്നില്ല. ഒരുപാട് പേരുടെ ഫേവറേറ്റ് മാംഗോ ഇന്നും ബെങ്കനപ്പള്ളി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. കേരളത്തിലെ പല കർഷകരുമായി സംസാരിക്കുമ്പോൾ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ബെങ്കനപ്പള്ളിക്ക് ഫ്രൂട്ട് സെറ്റ് വളരെ കുറവാണെന്ന് പറയാറുണ്ട്. അതേസമയം വേറെ ചില സ്ഥലങ്ങളിൽ അടിപൊളി വിളവ് കിട്ടുന്നവരുമുണ്ട്. അതുകൊണ്ട് ലൊക്കേഷനും ക്ലൈമറ്റും മാനേജ്മെൻറ്റിനൊക്കെ വലിയ റോൾ പ്ലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു വെറൈറ്റി എല്ലായിടത്തും ഒരേ റിസൾട്ട് തരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്ഥല സൗകര്യമുണ്ടെങ്കിൽ രണ്ടും നട്ടു നോക്കൂ. കാട്ടിമൂണിന് അതിൻ്റെ ഓൺ സ്റ്റൈലുണ്ട്. മരം നിറയെ കായകൾ കാണുമ്പോൾ തന്നെ ഒരു വേറെ ഫീലല്ലേ. ബെങ്കനപ്പള്ളിക്ക് വർഷങ്ങളായി തെളിച്ച റെപ്യൂട്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് രണ്ടിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്. അവസാനമായി ഒരു ചെറിയ കാര്യം കൂടി. ഇതിൻ്റെയൊക്കെ പ്ലാന്റ് വാങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ദിവസവും കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടണം. സമയത്തിന് വളം കൊടുക്കണം. ആവശ്യമായ പ്രൂണിങ്ങും ചെയ്യണം. ഇതൊക്കെയാണ് ഒരു മാംഗോ ട്രീ നന്നായി വളരാനും സ്ഥിരമായി കായ്ക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക? കാട്ടിമൂണോ അതോ ബെങ്കനപ്പള്ളിയോ അതോ രണ്ടും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.